ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത ശബ്ദങ്ങളും അറിയാത്ത ഗന്ധങ്ങളും ഓരോ യാത്രയിലും നാം അനുഭവിച്ചറിയും. ചില യാത്രകൾ ചരിത്രവും ഐതിഹ്യങ്ങളും നിറഞ്ഞ കഥകൾ ഉറങ്ങുന്ന വഴികളിലൂടെയായിരിക്കും. ഉയരങ്ങളിലേക്കൊരു യാത്ര ഒരു യാത്രാ വിവരണ ഭാഗമാണ്. മഞ്ഞുമൂടിയ കൊടൈക്കനാലിലേക്ക് നടത്തിയ ആ യാത്രയുടെ വിവരണം നമുക്കും വായിക്കാം. കെ തായാട്ടിൻ്റെ കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്ന കൃതിയിലെ ഭാഗമാണിത്. ഇനി മക്കള് ഈ പാഠഭാഗം 1-2 തവണ വായിച്ചു നോക്കുക. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. പദമറിഞ്ഞ് പാഠഭാഗം വായിച്ച് പുതിയ പദങ്ങൾ കണ്ടെത്തൂ. നിഘണ്ടു നോക്കി അർത്ഥം മനസ്സിലാക്കി കുറിക്കുമല്ലോ. ഉദ്യോഗജനകം ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത്. ചെങ്കുത്തായ കുത്തനെയുള്ള സുഖവാസം സുഖകരമായ താമസം. ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ള വിദൂര വീക്ഷണം അകലേക്കുള്ള നോട്ടം. സ്ഫടികം കണ്ണാടി കൊല്ലി മലയിടുക്ക് അനായാസം പ്രയാസമില്ലാതെ അഗാധത ആഴം. നിശ്ലേഷം ബാക്കി വയ്ക്കാതെ നേരം പോക്ക് തമാശ മന്ത്രമധുരം മന്ത്രിക്കുന്നത് പോലെ മധുരമായ കളഗാനം മധുരമായ പാട്ട്. പ്രതീതി തോന്നൽ ദൃശ്യം കാഴ്ച അസഹ്യം സഹിക്കാൻ കഴിയാത്തത് ശൈത്യം തണുപ്പ് ഇരമ്പം മുഴക്കം കൂര കുടിൽ. അടുത്ത പ്രവർത്തനം വാക്കിൽ തെളിയും ചിത്രങ്ങൾ. മലയാളത്തിൻ്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാട് നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകളെ ഇങ്ങനെയാണ് ആവിഷ്കരിച്ചത്. തടികൾ അടുക്കി വച്ചതുപോലെ തടിയൻ മുതലകൾ, കാറ്റു നിറച്ച തോൽ സഞ്ചികൾ പോലെ ഹിപ്പോകൾ. ഈ പാഠഭാഗത്തിലും ഇത്തരം വാക്യങ്ങളുണ്ട്. അവ കണ്ടെത്തി എഴുതൂ. ഉദാഹരണം: കൂരിയാറ്റക്കൂടുകൾ പോലെ കൂരകൾ. അടുത്തതെന്താ വരിക? അടുക്കടുക്കായി മലകൾ. സ്ഫടികജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ. നീരൊഴുക്കിൻ്റെ മന്ത്രമധുരമായ സംഗീതം. ചിലങ്ക കിലുക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളഗാനം. മഞ്ഞിൻ്റെ കണ്ണാടിപ്പലക മുഖം മറച്ചു നിൽക്കുന്നു. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. അടുത്ത പ്രവർത്തനം കത്തെഴുതാം. സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ യാത്രാ വിവരണങ്ങൾ എടുത്തു വായിക്കുക. അവയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്തെഴുതൂ. കത്തെഴുതുമ്പോൾ ആദ്യം സ്ഥലവും തീയതിയും എഴുതുക. പ്രിയപ്പെട്ട അമ്മുവിന്, നിനക്ക് സുഖമെന്നു കരുതുന്നു. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവധിക്കാലത്ത് ഞാൻ വായിച്ച ഒരു യാത്രാ വിവരണ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാനാണ് ഈ കത്തെഴുതുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സക്കറിയ എഴുതിയ മനോഹരമായ യാത്രാ വിവരണമാണ് ഒരു ആഫ്രിക്കൻ യാത്ര. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ എഴുത്തുകാരൻ നടത്തിയ യാത്രയുടെ അതിമനോഹരമായ വിവരണമാണ് ഈ പുസ്തകം. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന പുസ്തകത്തിൻ്റെ തുടർച്ചയാണ് സക്കറിയയുടെ പുസ്തകം. പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണത്തിൽ നിന്ന് ധാരാളം ഭാഗങ്ങൾ സക്കറിയ ഉദ്ധരിക്കുന്നുണ്ട്. രണ്ടെഴുത്തുകാരും വ്യത്യസ്ത കാലങ്ങളിലാണ് ആഫ്രിക്കൻ യാത്ര നടത്തിയത്. കാലഘട്ടത്തിൻ്റെ വ്യത്യാസം വിവരണങ്ങളിൽ കാണാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രകൃതിയും സംസ്കാരവും ജീവിതവുമെല്ലാം സൂക്ഷ്മമായി അവതരിപ്പിക്കാൻ സക്കറിയയ്ക്കു സാധിച്ചിട്ടുണ്ട്. വർണ്ണനകളും ഭാഷയുമെല്ലാം എടുത്തു പറയണം. തനതായ അവതരണ രീതിയാണ് സക്കറിയയുടേത്. നീയും ഈ പുസ്തകം വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്നേഹപൂർവം, ദീപ. അടുത്ത പ്രവർത്തനം ഒരുമിച്ച് പാടാം. തീവണ്ടിപ്പാട്ട്. കുതിച്ചുപായും തീവണ്ടി കിതച്ചു നിന്നൊരു കൊടി കണ്ട് പിടിച്ചു കയറി ഞാനും പല പല മുറികളിലൊന്നില് രസമുണ്ട്. ഇടക്ക് ചൂളം വിളിയുണ്ട് പിടച്ചിലുള്ളിൽ പലതുണ്ട്. വലിച്ചു മണ്ടണ വണ്ടിക്കാരനെ കാണാനുള്ളിൽ കൊതിയുണ്ട്.
ഒരു കൂട്ടുകാരൻ്റെ ആദ്യ തീവണ്ടി യാത്രയെക്കുറിച്ചാണ് ഈ പാട്ട്. നിങ്ങൾ നടത്തിയ തീവണ്ടി, ബസ്, വിമാനയാത്രകളിൽ കണ്ട കാഴ്ചകൾ ചിത്രമായോ കവിതയായോ വർണ്ണനയായോ ആവിഷ്കരിക്കൂ. അമ്മയോടൊപ്പം ബസ്സിൽ ആലപ്പുഴയ്ക്ക് പോയത് എനിക്ക് മറക്കാനാവാത്ത യാത്രയായിരുന്നു. കോട്ടയം നഗരത്തിൽ താമസിക്കുന്ന എനിക്ക് പാടങ്ങളും പുഴകളുമെല്ലാം അന്യമായ കാഴ്ചകളായിരുന്നു. പെരുംതുരുത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ മുതൽ റോഡിനിരുവശവും പാടങ്ങളായിരുന്നു. ഉഴുതുമറിക്കുന്ന പാടങ്ങളിൽ നിന്ന് ചെളിമണം ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നു. ഉഴവുയന്ത്രത്തിനു ചുറ്റും കൊക്കുകൾ പറന്നു നടക്കുന്നു. ചെറിയ മീനുകളെയും ജീവികളെയും തിന്നാൻ നടക്കുകയാണ് അവ. ഇടയ്ക്കിടെ വീടുകളും കടകളും കാണാമായിരുന്നു. പുസ്തകത്തിൽ വായിച്ചറിഞ്ഞ തണ്ണീർമുക്കം ബണ്ട് കാണാൻ ഞാൻ കണ്ണും നട്ടിരുന്നു. വേമ്പനാട്ടു കായൽ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന കാഴ്ച മനോഹരമായിരുന്നു. കായലിലൂടെ ഇടയ്ക്കിടെ ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ട്. വാഹനങ്ങളുടെ തിരക്കു മൂലം ബസ് കുറച്ചു ദൂരം വളരെ പതുക്കെയാണ് പോയത്. കായലിൽ നിന്നുള്ള തണുത്ത കാറ്റടിച്ചപ്പോൾ സുഖം തോന്നി. ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്ക് കയറാതിരിക്കാനാണ് ബണ്ട് നിർമ്മിച്ചതെന്ന് അമ്മ പറഞ്ഞു. കായലിനരികിലായി ഇടയ്ക്കിടയ്ക്ക് ചീനവലകൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബണ്ടിനിരുവശവും മീൻ വിൽക്കുന്നവരെയും കണ്ടു. കുറേ ദൂരം കൂടി യാത്ര ചെയ്തപ്പോൾ ആലപ്പുഴയെത്തി. ഇടതുവശത്തായി തിരയടിച്ചു കയറുന്ന കടൽ കണ്ടു. മറക്കാനാവാത്ത കാഴ്ചകളായിരുന്നു ഇതെല്ലാം. നമുക്ക് അടുത്തതായി ഒരു തോണിപ്പാട്ട് നോക്കിയാലോ. കാറ്റിൻ്റെ കൈകളിലാടിയാടി കായലിനോളത്തിലാടിയാടി തൊഴി തുഴഞ്ഞു ഞാൻ പോയതോർത്തു എന്തു രസമാണി തോണിയാത്ര. കായൽ പരപ്പിലെ പായൽക്കൂട്ടിൽ ചാടിക്കളിക്കുമാ മീനുകളെ തഞ്ചത്തിൽ തട്ടിയെടുത്തു പായും പൊന്മാനുകൾക്ക് എന്തു ഭംഗിയാണ്. അപ്പോൾ ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് നമ്മൾ ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.